ഇന്തോനേഷ്യയെ കിടുകിട വിറപ്പിച്ച ഒരു പ്രേതത്തിന്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. സൂസന്ന ബറീഡ് എലൈവ് എന്നാണ് സിനിമയുടെ പേര്. 2018 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത്. 1981 ഇറങ്ങിയ സുന്ദൽ ബലോങ് എന്ന് പറയുന്ന സിനിമയുടെ റീമേക്ക് ആണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു സിനിമയുടെ കഥ കേൾക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥ തുടങ്ങാം. 1989 കാലഘട്ടമാണ് കാണിക്കുന്നത്. സത്രിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെ 3 പണിക്കാരാണുള്ളത്. ഒരു കേബിൾ മാനുഫാക്ചറിംഗ് ഫാക്ടറിയുടെ ഡയറക്ടറാണ് സത്രിയ. സത്രിയയുടെ ഭാര്യയാണ് സൂസന്ന. സൂസന്ന ഇപ്പോൾ ഗർഭിണി ആയിരിക്കുകയാണ്. ഭർത്താവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരുത്തിയിരിക്കുന്നു. ഇവര് രണ്ടുപേരും ഈ ഒരു വിശേഷം പങ്കുവെക്കുമ്പോൾ ജോലിക്കാർ പുറത്തുനിന്ന് ഇതെല്ലാം ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. സൂസന്ന ഗർഭിണിയാണെന്ന് സത്രിയോട് പറഞ്ഞതോടുകൂടി സത്രിക്ക് ഒരുപാട് സന്തോഷമാവുന്നു. ഇനി മുതൽ മോള് നല്ലോണം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഈ വീട്ടിലെ പണിക്കാരെ പരിചയപ്പെടാം. പാചകക്കാരിയായിട്ടുള്ള ഖദീജ, വലതുവശത്ത് നിൽക്കുന്നത് സുലൈമാൻ, ഇടതുവശത്ത് നിൽക്കുന്നത് മുത്തു. അടുത്ത ദിവസം രാവിലെ തന്നെ സത്രിയയും സൂസന്നയും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി ചെക്കപ്പ് ഒക്കെ നടത്തി. കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല. ഇപ്പോഴിതാ കേബിൾ മാനുഫാക്ചറിംഗ് ഫാക്ടറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഡയറക്ടറായ സത്രിയെ കാത്ത് 2 പണിക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഒമറും ജൊണാലും. ഇവിടുത്തെ എംപ്ലോയീസിന്റെ വേതനം വർദ്ധിപ്പിക്കണം എന്നാണ് ഒമറും ജൊണാലും പറയുന്നത്. അവിടുത്തെ എംപ്ലോയീസിന്റെ തന്നെ നേതാക്കളാണ് ഇവർ രണ്ടുപേരും. പക്ഷേ ശമ്പളം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റില്ല, 3 മാസം മുമ്പേ ഞാൻ വർദ്ധിപ്പിച്ചതാണ്, ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് സത്രിയ അവരെ മടക്കി അയക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസവും കടന്നുപോയി. പുലർച്ചയ്ക്ക് പ്രാർത്ഥനയുടെ സമയമായപ്പോൾ സൂസന്നെ വിളിച്ചെണീപ്പിക്കുകയാണ് സത്രിയ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിലുണ്ടായിരുന്ന ഉസ്താദിന് സത്രിയയെ വലിയ കാര്യമായിരുന്നു. പ്രാർത്ഥനാ സമയത്തും സൂസന്നയ്ക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ നിസ്കാരവും മറ്റു പ്രാർത്ഥനകളും എല്ലാം പൂർത്തിയാക്കി അവർ വീട്ടിലേക്ക് തന്നെ പോയി. അന്ന് കേബിൾ മാനുഫാക്ചറിംഗ് ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന സത്രിയെ കാത്തിരുന്നത് ഇവരുടെ കമ്പനിയിലെ സിഇഒന്റെ ഫോൺ കോൾ ആയിരുന്നു. എന്തോ ഒരു ബിസിനസ് ട്രിപ്പിന്റെ അത്യാവശ്യം വന്നിരിക്കുകയാണ്. സത്രിയോട് ഹെഡ് ഓഫീസിലേക്ക് വരാനായിട്ട് മേലധികാരി പറയുന്നു. സൂസന്നയെ ഒറ്റയ്ക്കാക്കി പോകാനായിട്ട് സത്രിയക്ക് മനസ്സ് വന്നില്ല. പക്ഷേ സൂസന്ന പറഞ്ഞു, നമ്മുടെ മകൾ അല്ലെങ്കിൽ മകൻ വരാനായിട്ട് പോവുകയല്ലേ, ചിലപ്പോൾ ഇതെല്ലാം നല്ലൊരു സൂചനയായിരിക്കും, നിങ്ങൾ പോയിട്ട് വാ എന്നാണ് അവൾ പറയുന്നത്. സാധാരണ ഒരു ഭാര്യാഭർത്തൃ ബന്ധമായിരുന്നില്ല സൂസന്നയും സത്രിയയും തമ്മിലുണ്ടായിരുന്നത്. രണ്ടുപേരും പരസ്പരം ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം സത്രിയ തന്റെ പ്രിയ പത്നിയായ സൂസന്നയോട് യാത്ര പറഞ്ഞ് വീട് വിട്ടിറങ്ങുകയാണ്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് സൂസന്നയ്ക്ക് ഉറപ്പ് കൊടുത്ത് സത്രിയ വീട്ടിൽ നിന്നും പോകുന്നു. മറുവശത്ത് ഈ ഒരു കമ്പനിയിലെ ജോലിക്കാരായിട്ടുള്ള ഒമറും ജൊണാലും പിന്നെ 2 പേരും കൂടിയുണ്ട്. അവരുടെ പേരാണ് ഡുഡുനും ജിനോയും. ഇവർ 4 പേരും കൂടി ചേർന്നിട്ട് ഒരു റോബറി പ്ലാൻ ചെയ്യുകയാണ്. ഡയറക്ടറായിട്ടുള്ള സത്രിയയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്താമെന്നാണ് ഇവർ 4 പേരും തീരുമാനിക്കുന്നത്. പക്ഷെ സത്രിയയുടെ ഭാര്യയുണ്ട്, പിന്നെ 3 പണിക്കാരുണ്ട്. അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? ഒരു കഷ്ടവുമില്ല. സത്രിയ ഇപ്പോൾ ജപ്പാനിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെ ആ ഒരു 3 പണിക്കാരല്ലേ, അവര് നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നാണ് ഈ കള്ളന്മാര് പരസ്പരം പറയുന്നത്. അന്നൊരു വീക്കെൻഡ് ദിവസമായിരുന്നു. ജോലിക്കാരിയായിട്ടുള്ള ഖദീജ നമ്മുടെ സുസന്നയുടെ അടുത്ത് വന്നിട്ട്, ഞങ്ങളൊന്ന് പുറത്തു വെക്കോട്ടെ, ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ്, പെട്ടെന്ന് തന്നെ മടങ്ങി വരാന്ന് പറയുമ്പോൾ ഞാനും ഉണ്ടെന്ന് സൂസന്ന പറയുന്നു. അങ്ങനെ ഇവര് സിനിമാ കൊട്ടകയിലേക്ക് പോവുകയാണ്. 1989 കാലഘട്ടമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു സിനിമാ കൊട്ടക അല്ലെങ്കിൽ സിനിമാ തിയേറ്റർ ഒന്നും അന്നില്ല. ഒരു വലിയ ഗ്രൗണ്ടിൽ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ചുറ്റിലിരുന്ന് കാണും. ഒരുപാട് കടകളൊക്കെ ചുറ്റിലും ഉണ്ടാവും. അങ്ങനെ ഒരു സെറ്റപ്പാണ്. ചുരുക്കി പറഞ്ഞ സത്രിയുടെ വീട്ടിൽ ഇപ്പൊ ആരുമില്ല. പണിക്കാരും സൂസന്നയും ഇപ്പൊ സിനിമയ്ക്ക് വന്നിരിക്കുകയാണല്ലോ. ആ ഒരു തക്കം നോക്കിയിട്ട് കള്ളന്മാരായിട്ടുള്ള ഒമറും ജൊനാലും ഡുഡുനും ജീനയും കൂടി നേരെ വീട്ടിലേക്ക് കയറി. ഉറുമ്പുകൾ ശർക്കര കണ്ട പോലെയുള്ള കാട്ടിക്കൂട്ടിലായിരുന്നു ഈ കള്ളന്മാരുടേത്. അതിൽ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കാട്ട പിയാനോ എടുത്ത് പൊക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന കള്ളം പറയുന്നുണ്ട്, നീ എന്താണ്ടായി കാണിക്കുന്നത്, നമ്മൾ ടിപ്പർ ലോറി ഒന്നും കൊണ്ടുവന്നിട്ടില്ല, കയ്യിൽ ഒതുങ്ങുന്നതൊക്കെ എടുക്ക്. ഇതേ സമയം സൂസന്നയുടെ ഇന്നർ മണത്തു നോക്കുകയാണ് ഒമർ. സൂസന്നയോട് വല്ലാത്തൊരു പ്രണയം തന്നെയായിരുന്നു ഒമറിന് ഉണ്ടായിരുന്നത്. ഇതേ സമയം സൂസന്നയും പണിക്കാരും കണ്ടുകൊണ്ടിരുന്ന സിനിമയിൽ ഒരുപാട് വയലൻസ് ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമ്മുടെ സൂസന്നയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പണിക്കാരനെയും കൂട്ടിയിട്ട് സൂസന്ന ഇപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. നിങ്ങൾ ബാക്കി സിനിമ കണ്ടോളൂ ഖദീജയോട് അവൾ പറഞ്ഞിട്ട് ആ ഒരു പണിക്കാരന്റെ കൂടെ ഇപ്പൊ വീട്ടിലേക്ക് വരികയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു സൂസന്ന വീട്ടിലേക്ക് വരുന്നത്. ഈ കള്ളന്മാര് കാണുന്നത് കള്ളന്മാരാകെ പേടിച്ചു വിറച്ച് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പൊ ഒളിച്ചു നിൽക്കുന്നു. സൂസന്നയെ അവിടെ ആക്കിയതിനു ശേഷം പണിക്കാരൻ തിരിച്ചുപോയി. ഈ കള്ളന്മാര് വീട്ടിനുള്ളിലുണ്ടെന്ന് മനസ്സിലാക്കാതെ സൂസന്ന വാതിലൊക്കെ തുറന്ന് ഇപ്പൊ അകത്തേക്ക് കയറി. ഈ കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ ഒളിച്ചു നിൽക്കുകയാണ്. ഒമർ ആകട്ടെ ഇപ്പോ സൂസന്നയുടെ റൂമിലാണുള്ളത്. സിനിമ കണ്ടുകൊണ്ടിരുന്ന പണിക്കാർ ഇപ്പൊ
മഴ വന്നതോടുകൂടി കടകളിലേക്ക് കയറി നിൽക്കുന്നു. റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന സൂസന്നെ ആകട്ടെ ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലമാരയിൽ നിന്ന് അതെല്ലാം തന്നെ ആർത്തിയോടുകൂടി ഒമർ നോക്കി നിൽക്കുന്നു. ഇതൊന്നും അറിയാതെ സൂസന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം അവള് കിടന്നുറങ്ങാനുള്ള പ്ലാനിലാണ്. അവൾ കിടന്നുറങ്ങിയതിനു ശേഷം പതിയെ അലമാരയിൽ നിന്ന് ഒമർ പുറത്തേക്ക് ഇറങ്ങി. മഴ മാറാത്തത് കൊണ്ട് തന്നെ പണിക്കാരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. കിടന്നുറങ്ങുന്ന സൂസന്നയെ ആർത്തിയോടുകൂടി ഒമർ വീണ്ടും നോക്കിയതിനു ശേഷം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. താഴേക്ക് ഇറങ്ങിയ ഒമർ ആകട്ടെ ബാക്കിയുള്ള കള്ളന്മാരോടൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറയുന്നു. അതിന് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പൊട്ട കള്ളൻ ഉണ്ടായിരുന്നു. അവൻ അറിയാതെ പിയാനോയിൽ കൈവച്ചു. ആ ഒരു ശബ്ദം കേട്ട് സൂസന്നെ ഇപ്പോ താഴേക്ക് ഇറങ്ങി വരാനായിട്ട് നിൽക്കുകയാണ്. ഇവര് വീണ്ടും പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ചു നിന്നു. സൂസന്നെ താഴേക്ക് വന്നിട്ട് എല്ലായിടവും അരിച്ചു പെറുക്കുകയാണ്. കള്ളന്മാരാകട്ടെ പല സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഒളിച്ചു നിൽക്കുകയാണ്. പക്ഷേ അവസാനം സൂസന്ന ഇവരെ കണ്ടെത്തി. അതോടുകൂടി ഇവരുടെ കയ്യിൽ നിന്ന് എല്ലാം പോയി. സൂസന്നെ ആകട്ടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി ഗ്ലാസ് എടുത്തിട്ട് ഒരു കള്ളന്റെ നെറ്റിയിലേക്ക് എറിഞ്ഞു. പേടിച്ചു പോയ സൂസന്നെ ആകട്ടെ വീടിന്റെ ഡോറൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കള്ളന്മാര് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരുവിധം സൂസന്നെ ഇപ്പോ വീടിന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അവളങ്ങനെ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ ഈ കള്ളന്മാര് അവളെ വട്ടം കൂടി ആക്രമിക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ഇവളാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കല്ലെടുത്തിട്ട് അതിൽ ഒരുത്തനിട്ട് എറിയുന്നുണ്ട്. അപ്പൊ അവനാണെന്നുണ്ടെങ്കിൽ വലിയൊരു കല്ലെടുത്തിട്ട് അവളുടെ തലക്കിട്ട് അടിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒമർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ തടയുകയാണ്. ഇനി ഇവളെ വച്ചേക്കരുത്, നമ്മുടെ എല്ലാവരുടെയും മുഖം അവൾ കണ്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ഇവളെ കൊല്ലണം എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഒമറിന് ചെറിയൊരു സോഫ്റ്റ് കോർണർ അവളോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അതിന് സമ്മതിച്ചില്ല. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ സൂസന്നെ ആകട്ടെ ഇവരെ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ ഒരുത്തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാമ്പു അല്ലെന്നുണ്ടെങ്കിൽ മുള തട്ടിയിട്ട് ഇവളിലേക്ക് നല്ലൊരു മുറിവുണ്ടാകുന്നു. 4 കള്ളന്മാരും ആകെ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. കാരണം കൊലക്കേസാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ആരും ജയിലിലേക്ക് പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒമർ ഒരു തീരുമാനമെടുക്കുകയാണ്. അതിൽ 2 കള്ളന്മാരോട് വേഗം വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മായ്ച്ചു കളയാം. അതായത് ഇവര് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ ആ തെളിവുകളൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഇവര് വലിയൊരു കുഴിയെടുത്തിട്ട് സൂസന്നെ അതിൽ മറവ് ചെയ്യാനായിട്ട് പോവുകയാണ്. പകുതി മുക്കാല് മണ്ണും അവരുടെ ദേഹത്തേക്ക് ഇട്ടതിന് ശേഷമാണ് സൂസന്നയ്ക്ക് ജീവനുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഒമർ ആകട്ടെ ഒന്നും നോക്കിയില്ല, വേഗം മണ്ണിട്ട് മൂടാനായിട്ട് പറയുന്നു. അങ്ങനെ ജീവനോടെയാണ് നമ്മുടെ സൂസന്നയെ അവന്മാര് കുഴിച്ചു മൂടുന്നത്. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ തന്നെ സൂസന്ന ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഇത് അവളുടെ സ്വപ്നമായിരുന്നു, ഒരിക്കലുമല്ല. അവളിപ്പോ സുന്ദൽ ബൊലോങ് ആണ്, അതായത് ഒരു പ്രേതം. സൂസന്നെ ഇപ്പോ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവളുടെ പുറം ഭാഗത്തായിട്ട് വലിയൊരു മുറിവ് അവൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഖദീജ വന്നിട്ട് മാഡത്തിന് ഭക്ഷണം ഒന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നു. വേണ്ട, നീ തിരിച്ചു പൊക്കോളൂ എന്നാണ് ഖദീജയോട് നമ്മുടെ സൂസന്ന പറയുന്നത്. രാത്രി ഈ 3 പണിക്കാരും കൂടി ടിവിയിൽ ഒരു സിനിമ കാണുകയാണ്. അതിൽ സുന്ദൽ ബൊലോങ് എന്താണെന്ന് പറയുന്നുണ്ട്. ഗർഭിണിയായിരിക്കെ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു. ആ കൊലപ്പെടുത്തിയ പെൺകുട്ടി വീണ്ടും പ്രേതമായി തിരിച്ചു വന്ന് അവരോട് പ്രതികാരം ചെയ്യുന്നു. ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന പ്രേതത്തിനെയാണ് സുന്ദൽ ബൊലോങ് എന്ന് പറയുന്നത്. പാവം പണിക്കാർക്ക് അറിയില്ല ഇവരുടെ പുറകിലിരിക്കുന്നത് ഒരു പ്രേതമാണെന്ന്. പിന്നീട് കാണിക്കുന്നത് ഈ കള്ളന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പൊട്ടനായ ഡുഡുനെയാണ്. സൂസന്നയുടെ മരണത്തോടു കൂടി അവനിപ്പോ മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. സ്വപ്നത്തിലെല്ലാം തന്നെ ഈ ഒരു സുന്ദൽ ബൊലോങ് എന്ന് പറയുന്ന പ്രേതം അവനെ വേട്ടയാടുന്നു. പാവം ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും. ഒരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുമ്പോൾ വീണ്ടും ഒരു സ്വപ്നം, വീണ്ടും ഞെട്ടി എണീക്കുന്നു. ഇത് പതിവായതോട് കൂടിയിട്ട് ഡുഡുന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഉറങ്ങാനായിട്ട് കിടക്കുന്നതിന് മുമ്പ് കട്ടിനടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കും, എന്നിട്ട് കിടന്നുറങ്ങും. പക്ഷെ ഉറങ്ങാനായിട്ട് കഴിയില്ല. അപ്പോഴേക്കും ഈ ഒരു പ്രേതം വന്ന് അവനെ വേട്ടയാടും. ഇവന്റെ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഒമർ വരുന്നുണ്ട്. ബാക്കിയുള്ളവരെ കൂടി നീ അറിയിക്കണടാ മണ്ട, അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ചു പോയി. അടുത്ത ദിവസം ഫാക്ടറിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന് ഉറക്കം വന്നിട്ട് ഒരു മെഷീന്റെ ഇടയിലേക്ക് അവൻ വീഴാനായിട്ട് പോകുന്നുണ്ട്. ഭാഗ്യത്തിനാണ് ഒമർ അവനെ പിടിച്ചു മാറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീന്റെ ഉള്ളിൽ അവൻ പെട്ടുപോയേനെ. പതിവായിട്ട് ഞാൻ ഈ പ്രേതത്തെ കാണുന്നുണ്ടെന്നൊക്കെ ഒമറിനോട് പറഞ്ഞെങ്കിലും ഒമർ വിശ്വസിക്കുന്നില്ല. നിന്റെ തോന്നലാണ് അതൊക്കെ എന്നാണ് ഒമർ പറയുന്നത്. ഇപ്പോഴിതാ ഒമർ ഡുഡുന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയുമായിട്ട് അവന്റെ റൂമിലേക്ക് വരികയാണ്. നിന്റെ എല്ലാ ഉറക്കക്കുറവും ദേ ഇവള് മാറ്റിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് ഒമർ ആ ഒരു പെൺകുട്ടിയെ ഇവന്റെ അടുത്താക്കിയിട്ട് പോയി. ചേട്ടന് ഞാൻ എണ്ണയിട്ട് തിരുമ്മി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി എണ്ണ എടുക്കാനായിട്ട് പുറത്തേക്ക് പോയി. ഇവനാണെന്നുണ്ടെങ്കിൽ ഷർട്ടൊക്കെ ഊരിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ പെൺകുട്ടി വന്നിട്ട് ഇവന്റെ പുറകിൽ ഇങ്ങനെ മാന്താനായിട്ട് തുടങ്ങിയപ്പോൾ അയ്യോ എനിക്ക് വേദനിക്കുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആ ഒരു പെൺകുട്ടി ആയിരുന്നില്ല, സുന്ദൽ ബൊലോങ്, അതായത് സൂസന്നയുടെ പ്രേതമായിരുന്നു. ഇവന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ടാണ് വരഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവൻ അവിടെ നിന്നും പേടിച്ചോടുകയാണ്. കമ്പനിയിലെ മറ്റു ജോലിക്കാരും അവിടെ തന്നെയായിരുന്നു താമസിച്ചത്. ഇവൻ സൂസന്നയുടെ പ്രേതം എന്ന് പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും സൂസന്നയുടെ പ്രേതമോ എന്നൊക്കെ പറഞ്ഞ് സൂസന്ന മരിച്ചോ എന്നുള്ള സംശയത്തിൽ സംസാരിക്കുന്നു. ഡുഡുന് വീണ്ടും താക്കീത് നൽകുകയാണ് ഒമർ. സൂസന്ന മരിച്ചുപോയി, അവൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ നാട്ടിൽ മൊത്തം പാട്ടായി.
ഇത് സൂസന്നയുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ ചെവിയിലും എത്തി. നാട്ടുകാരൊക്കെ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നുപേരും താമസിക്കുന്നത് ഒരു പ്രേതത്തിന്റെ കൂടെയാണ്. ഈ ജോലിക്കാര് തന്നെ പറ്റിയാണ് സംസാരിക്കുന്നതെന്നറിഞ്ഞ സുന്ദൽ ബലോങ്, അതായത് സൂസന്നയുടെ പ്രേതം, ഇപ്പോ അങ്ങോട്ടേക്ക് വരുന്നു. അവളും ഇതെല്ലാം കേൾക്കുന്നു. അന്ന് രാത്രി തന്നെ ഡുഡുൻ എന്ന് പറയുന്ന ആ ഒരു കള്ളന്റെ അടുത്തേക്ക് സുന്ദൽ ബലോങ്, അതായത് നമ്മുടെ സൂസന്നയുടെ പ്രേതം വീണ്ടും ചെല്ലുകയാണ്. അവൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സൂത്രത്തില് സുന്ദൽ ബലോങ് അവനെ പുറത്തേക്ക് എത്തിക്കുന്നു. നേരെ കൊണ്ടുപോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, ഇവരുടെ തന്നെ ഫാക്ടറിയിലേക്കാണ്. സൂസന്നയുടെ പ്രേതത്തെ കണ്ട ഇവനാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ തന്നെ പോവുകയാണ്. ഒരു പ്രത്യേക പോയിന്റിൽ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കയറുകള് അവന്റെ ദേഹത്തേക്ക് വലിഞ്ഞു മുറുകുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഡുഡിന്റെ കഴുത്തറ്റു പോകുന്നു. അവന്റെ തലയും എടുത്തുകൊണ്ട് സുന്ദൽ ബലോങ് ചിരിക്കുന്നു. തന്റെ ആദ്യത്തെ പ്രതികാരം സുന്ദൽ ബലോങ് അങ്ങനെ പൂർത്തിയാക്കി. ഡുഡിന്റെ തലയുമായിട്ട് സുന്ദൽ ബലോങ് അവിടെ നിന്നും പോകുന്നു. ഡുഡിന്റെ മരണത്തോട് കൂടിയിട്ട് ഒമറും ജീനോയും ജൊണാളും കൂടി ചേർന്ന് ഇപ്പോ ഒരു ഷാമാനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ജീനോയുടെ അങ്കിളാണ് ഈ ഒരു മന്ത്രവാദി. പുള്ളിക്കാരന്റെ പേരാണ് ഉംബാട്ടുറുവിനോട് എല്ലാ കാര്യങ്ങളും ഇവര് തുറന്നു പറഞ്ഞു. സുന്ദൽ ബുലോങ്ങുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് മനുഷ്യരെ കൊല്ലാനായിട്ട് സാധിക്കില്ല. അവരെ അതിലേക്ക് നയിക്കാനായിട്ട്, മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നന്നായി കഴിയും. എന്തായാലും മൂന്നാളുകളും ഒന്ന് കരുതിയിരുന്നോ എന്നും ഉംബാട്ടുറു ഇവരോട് പറയുന്നു. ഈ ഒരു പ്രേതത്തെ തടുക്കാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല. പക്ഷെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചരട് തരാം എന്നും പറഞ്ഞുകൊണ്ട് ഉംബാട്ടുറു ഇവർക്കായിട്ട് ഒരു മാല നൽകുന്നു. മറുവശത്ത് സൂസന്നയുടെ പ്രേതമാകട്ടെ ഇവരുടെ കല്യാണ ഫോട്ടോയും സത്രിയുമായിട്ടുള്ള മനോഹര നിമിഷങ്ങളുമൊക്കെ ഓർത്ത് കരയുകയാണ്. പ്രതികാരദാഹിയായ സുന്ദൽ ബലോങ് അടുത്ത ഇരയെ ലക്ഷ്യമാക്കി പോകുന്നു. അത് മറ്റാരുമല്ല, ജൊണാളാണ്. പക്ഷെ ജൊനാല് ഒരു ധൈര്യവാനായിരുന്നു. അവനാകട്ടെ ഈ ഒരു പ്രേതത്തെ കണ്ട് യാതൊരു കൂസലുമില്ലാതെ കത്തിയും എടുത്ത് അതിനു നേരെ പാഞ്ഞെടുക്കുകയാണ്. പക്ഷെ സുന്ദൽ ബലോങ് അവനെ പല സ്ഥലങ്ങളിലേക്കും വട്ടുപിടിപ്പിച്ച് കൊണ്ടുപോകുന്നു. ദേഷ്യം പിടിച്ച ജൊനാലാകട്ടെ നിന്നെ ഇന്ന് ഞാൻ തീർക്കുമടി എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടിപ്പോയിട്ട് മുറിയിലേക്ക് കയറി. എന്നിട്ട് ഈ ഒരു സുന്ദൽ ബലോങ്ങിനെ ചക്ക ചക്ക ചക്കാന്ന് പറഞ്ഞിട്ട് കത്തിക്കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോ അത് ജീനോ ആയിരുന്നു. തൽക്ഷണം തന്നെ ജീനോ മരണപ്പെട്ടു. ഒമർ അങ്ങോട്ടേക്ക് ഓടി വന്നപ്പോഴേക്കും എല്ലാം നടന്നു കഴിഞ്ഞിരുന്നു. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെ പണിക്കാരെയാണ്. ഇവര് മൂന്നുപേരും ആകെ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടെ തന്നെ നിൽക്കണോ, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ? നാട്ടുകാർ തെണ്ടികൾ ചിലപ്പോൾ വെറുതെ പറയുന്നതാവും, അതുകൊണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് മൂന്നുപേരും കൂടി ചേർന്നിട്ട് പുരാതനമായിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്, അത് ധരിച്ചാല് പ്രേതത്തെ കാണാനായിട്ട് കഴിയും. അങ്ങനെ മൂന്നുപേരും കൂടി ചേർന്ന് ഇപ്പൊ സൂസനയുടെ മുറിയിലേക്ക് എത്തിയിട്ടുണ്ട്. സൂസനയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമാണ്. ഈ ഡ്രസ്സ് മൂന്നുപേരും ധരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. മറ്റൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ഒരു വാൽക്കണ്ണാടി നമ്മുടെ ഖദീജയെ ഏൽപ്പിക്കുകയാണ്. ആ ഒരു കണ്ണാടിയിലൂടെ സൂസനെ നോക്കണം. അവൾ പ്രേതമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഖദീജ റൂമിലേക്ക് കയറി. പക്ഷെ അബദ്ധവശാല് ആ ഒരു വാൽക്കണ്ണാടി അവിടെ വീണുപോയി. ആ ഒരു തക്കത്തിന് സുലൈമാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ഡ്രസ്സ് തന്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൂടെ അവൻ നോക്കിയപ്പോ സുന്ദൽ ബുലോങ്ങിനെ അവൻ കണ്ടു. നീ എന്തെങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്നതെന്ന് മുത്തു സുലൈമാനോട് ചോദിച്ചു. എന്നാ നീ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ മുത്തുവിന്റെ ദേഹത്തേക്ക് ആ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു. അങ്ങനെ മുത്തും ഇപ്പൊ സുന്ദൽ ബുലോങ്ങിനെ കണ്ടു. അന്ന് ഉച്ചയ്ക്ക് തന്നെ മൂന്നുപേരും കൂടി അള്ളിപ്പിടിച്ചിട്ടാണ് ഇപ്പൊ സൂസനയുടെ മുറിയിലേക്ക് പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുകയാണ്. പക്ഷെ സുന്ദൽ ബുലോങ് എന്ന് പറയുന്ന ആ ഒരു പ്രേതം ഈ മൂന്നുപേരെയും ഒന്നും ചെയ്തില്ല. അന്ന് രാത്രി മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ബിസിനസ് ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം സത്രിയ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഭാര്യ മരിച്ച കാര്യമോ ഇത് സുന്ദൽ ബുലോങ് ആണെന്നോ ഒന്നും തന്നെ നമ്മുടെ സത്രിയയ്ക്ക് അറിയില്ല. സത്രിയ നോക്കുമ്പോ ഭാര്യ ഇപ്പോ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. സൂസന്നയും അവനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. സത്രിയയ്ക്ക് യാതൊരുവിധ സംശയമില്ല എന്ന് സുന്ദൽ ബലോങ് മനസ്സിലാക്കുന്നു. രണ്ടുപേരും അന്ന് രാത്രി കിടന്നുറങ്ങി. ശേഷം രാവിലെ ആയപ്പോഴത്തേക്കും പ്രാർത്ഥിക്കാനായി, നിസ്കരിക്കാനായിട്ട് നമ്മുടെ സുന്ദൽ ബുലോങ്ങിനെയാണ് ഇപ്പോ സത്രിയ വിളിക്കുന്നത്. എനിക്ക് വയ്യ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞപ്പോ സത്രിയ ഒറ്റയ്ക്കാണ് അന്ന് പള്ളിയിലേക്ക് പോകുന്നത്. പള്ളിയിലെ ഉസ്താദ് അപ്പോ ചോദിച്ചു, ഭാര്യ ഒരുപാട് നാളായല്ലോ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട്, നീ പിന്നെ ജപ്പാൻ പോയെന്ന് ഞാൻ അറിഞ്ഞിരുന്നു, അവൾക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ഉസ്താദ് ചോദിച്ചപ്പോ നമ്മുടെ സത്രിക്കും ചെറിയ സംശയമൊക്കെ വരാനായിട്ട് തുടങ്ങി. പിന്നെ അവൾക്ക് എന്തെങ്കിലും വയ്യായിക വന്നിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി. മറുവശത്ത് ജൊനാലും ഒമറും കൂടി ചേർന്ന് വീണ്ടും ഉംബാട്ടുറുവിനെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. തന്റെ നെഫ്യൂ ആയിട്ടുള്ള ജീനോ മരിച്ച കാര്യം അറിഞ്ഞ് ഉംബാട്ടുറു ആകെ ഞെട്ടിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഒമറും ജൊനാളും ഒരേപോലെ ആവശ്യപ്പെട്ടു. പക്ഷേ എന്റെ ശക്തികൾക്കൊന്നും അവളെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയില്ല. പക്ഷേ മന്ത്രവാദി ഒരു മാർഗം പറഞ്ഞു കൊടുത്തു.
സുന്ദൽ പുലോങ്ങിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ഇപ്പോൾ സത്രിയ ആണ്. സത്രിയയെ സുന്ദൽ പുലോങ്ങിന്റെ മുൻപിൽ വെച്ച് ഇല്ലാതാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവളെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെയുള്ളത് അവരുടെ ആ ഒരു വീട് മൊത്തത്തിൽ തീവെച്ച് കളയുക. മന്ത്രവാദിയുടെ ഉപദേശം കേട്ട ഒമർ ആകട്ടെ ഒരു അനോണിമസ് കോൾ എന്ന രീതിയിൽ സത്രിയയെ വിളിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്, ജാസ്മിൻ മരത്തിന് താഴെയായിട്ട് അവളെ കുഴിച്ചിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോയി നോക്കാം. ഞാനത് വിശ്വസിക്കില്ല എന്ന് സത്രിയ പറഞ്ഞതോടുകൂടി ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട, പക്ഷെ നിങ്ങളുടെ ഭാര്യ എന്തുകൊണ്ടാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാനായി പോകാത്തത്? ഇത് പറഞ്ഞതോടുകൂടി സത്രിയയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ വരുന്നു. വീട്ടിലേക്ക് പോയ സത്രിയ ഇപ്പൊ ഭാര്യയെ നിസ്കരിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മുടെ സത്രിയ ഖുർആനൊക്കെ വായിക്കാനായിട്ട് തുടങ്ങി. ഇത് കേട്ട് പിശാചായിട്ടുള്ള സുന്ദൽ പുലോങ്ങിന് സഹിക്കാൻ പറ്റാതായി ചെവി മൊത്തം പൊത്തിപ്പിടിക്കുകയാണ്. മാത്രമല്ല വലിയ രീതിയിൽ കാറ്റ് വീശാനായിട്ട് തുടങ്ങി. ഇവരിയ്ക്കുന്ന മുറിയിലെ ജനാല മൊത്തം പൊട്ടിത്തെറിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ സത്രിക്ക് ഒരു കാര്യം വ്യക്തമായി. ആ ഒരു ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ്. പക്ഷേ ഉറപ്പിക്കാനായിട്ടില്ല. സത്രിയ വേഗം ജാസ്മിൻ പ്ലാന്റിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടുത്തെ മണ്ണൊക്കെ മാറ്റി നോക്കിയപ്പോൾ അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. തന്റെ ഭാര്യ മണ്ണിനടി ജീവന തുല്യം സ്നേഹിച്ചിരുന്ന സൂസന്നയുടെ മൃതദേഹം കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം അവൻ അവിടെ കിടന്ന് കരഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ദുഷ്ടനായിട്ടുള്ള ഒമർ നാട്ടുകാരെ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു പന്തം കൊടുത്തി പ്രകടനവുമായിട്ട് ഇവന്റെ വീട്ടിലേക്ക്, അതായത് സത്രിയുടെ വീട്ടിലേക്ക് വരികയാണ്. മറുവശത്ത് വീട്ടിലേക്ക് പാഞ്ഞു കയറിയ സത്രിയ ഇപ്പോ സുന്ദൽ ബുലോങ്ങിനോട് ഇവിടെ നിന്നും പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. നീ എന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യ മരിച്ചുപോയി. പക്ഷെ അപ്പോഴേക്കും നാട്ടുകാരും ഒമറും വന്നിട്ട് ഈ ഒരു വീടിന് തീയിടാനായിട്ട് ആരംഭിച്ചിരുന്നു. അത് തടയാനായിട്ട് സത്രിയ നാട്ടുകാരോട് ഇതൊന്നും സത്യമല്ല, നിങ്ങൾ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒമർ അപ്പ തന്നെ വീടിന് തീ വെക്കടാ എന്ന് പറഞ്ഞതോടുകൂടി നാട്ടുകാർ മൊത്തം ആ വീടിന് തീ വെക്കാനായിട്ട് ആരംഭിച്ചു. മറുവശത്ത് സുന്ദൽ ബുലോങ് ആകട്ടെ ഇപ്പോ ജൊണാളിനെ തീർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ സുന്ദൽ ബുലോങ്ങിനെ പിഴച്ചുപോയി. ബട്ടുരു എന്ന് പറയുന്ന മന്ത്രവാദി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരികയും സുന്ദൽ ബുലോങ്ങിന്റെ നെറ്റിക്ക് നെറുകയിലായിട്ട് ഒരു ആണിയടിക്കുന്നു. അതോടുകൂടിയിട്ട് ഇപ്പോ സുന്ദൽ ബുലോങ് ഈ ഒരു മന്ത്രവാദിയുടെ ബന്ധനത്തിൽ ആവുകയാണ്. നാട്ടുകാരും ഒമറും കൂടി ചേർന്ന് സത്രിയുടെ വീടിന് തീ വെച്ചു. സത്രിയുടെ അടുത്ത് അപ്പോ ഒമർ വന്നിട്ട് കാര്യം പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരാൾക്കേ കഴിയൂ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്പാട്ടൂറുവിന്റെ അടുത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പാവം സത്രിയയെ കൊലപ്പെടുത്താനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് അവൻ അറിയില്ല. സത്രിയയെ നമ്മുടെ സുന്ദൽ ബുലോങ്ങിനെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവനോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. പുറകിലായിട്ട് ജൊനാള് വന്നിട്ട് സത്രിയയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സുന്ദൽ ബുലോങ് അപ്പൊ തന്നെ പറയുന്നുണ്ട് നീ എന്റെ കണ്ണിലേക്ക് നോക്കാനായിട്ട്. അവൻ അങ്ങനെ കണ്ണിലേക്ക് നോക്കിയ നിമിഷം തന്നെ കാര്യങ്ങളെല്ലാം അവന് മനസ്സിലായി. ഉടനെ തന്നെ സുന്ദൽ ബുലോങ്ങിന്റെ നെറുകയിലുണ്ടായിരുന്ന ആ ഒരു വാണി അവൻ വലിച്ചൂരി. അതോടുകൂടിയിട്ട് ഈ മൂന്നെണ്ണത്തിനെയും തീർക്കാനായിട്ട് സുന്ദൽ ബുലോങ് ഇപ്പൊ പാഞ്ഞു പോവുകയാണ്. ഈ സമയത്ത് ഒമറിനെ നേരിടുന്നത് നമ്മുടെ സത്രിയാണ്. മന്ത്രവാദിനിയും ജൊനാളും ഓടി രക്ഷപ്പെട്ടു പോകുമ്പോൾ പൈൻ മരങ്ങൾക്കിടയിൽ സുന്ദൽ ബുലോങ് അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ടെങ്കിലും ആ മന്ത്രവാദിയാകട്ടെ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി സുന്ദൽ ബുലോങ്ങിനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അധികം വൈകാതെ തന്നെ മന്ത്രവാദിയെ കീഴ്പ്പെടുത്തിയ സുന്ദൽ ബുലോങ് അയാളെ നിഷ്കരുണം തീർത്തു കളഞ്ഞു. മറുവശത്ത് ഒമറിനെയും സത്രിയ തീർത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആകപ്പാടി ബാക്കിയുള്ളത് ജൊനാല് മാത്രമാണ്. ജൊനാലാണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടം. അങ്ങനെ ആ കാട്ടിന് നടുവിലുണ്ടായിരുന്ന ഒരു ഷെഡിൽ അവൻ കയറി ഒളിച്ചു. പക്ഷേ ഈ ഒരു പ്രേതം വിടുവോ? അത് അങ്ങോട്ടേക്ക് വന്നിട്ട് ജൊനാലിനെയും പിടികൂടുന്നു. സൂസനെ എങ്ങനെയാണോ ജീവനോടെ കുഴിച്ചിട്ടത് അതുപോലെ തന്നെ ജൊനാലിനെയും ഇപ്പൊ ഒരു കുഴിയിലേക്ക് ഈ പ്രേതം തള്ളിയിടുന്നു. എന്നിട്ട് മണ്ണ് മൊത്തം അവന്റെ മേലേക്ക് ആൾക്കുന്നു. ഇപ്പോ സുന്ദൽ ബുലോങ്ങിന്റെ എല്ലാ പ്രതികാരവും പൂർത്തിയായിട്ടുണ്ട്. ഇനി അവരുടെ പ്രേതങ്ങളുടെ ലോകത്തേക്ക് യാത്രയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ സത്രിയെ കണ്ട് സുന്ദൽ ബുലോങ് യാത്ര പറയുന്നു. എനിക്ക് നിന്നെ പിരിയാനാവില്ല എന്നാണ് സത്രിയ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഞാൻ പോയേ തീരൂ എന്നും പറഞ്ഞുകൊണ്ട് സുന്ദൽ ബുലോങ് അവിടെ നിന്നും പോകുന്നു. അവളുടെ വെളുത്ത വസ്ത്രം മാത്രമാണ് ഇപ്പൊ നമ്മുടെ സത്രിയുടെ കയ്യിലുള്ളത്. പിന്നീടാണ് മറ്റൊരു കാര്യം അവൻ ഓർമ്മ വന്നത്. ഒമറുമായിട്ടുള്ള ആ ഒരു തർക്കത്തിനൊടുവിൽ നമ്മുടെ സത്രിയയ്ക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് അവന് കുത്തേറ്റിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ നമ്മുടെ സത്രിയ മരണപ്പെടുന്നു. അതായത് അവനും ഇപ്പോൾ സുന്ദൽ ബുലോങ്ങിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അവന്റെ സൂസനെ ഇപ്പോൾ പ്രേതലോകത്ത് വെച്ച് അവനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ആ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ രണ്ടുപേരും ഊഞ്ഞാല ആടിക്കളിക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് കാണാനായിട്ട് കഴിയില്ല. പക്ഷേ പ്രേതങ്ങളുടെ ലോകത്ത് അവര് ആർമാദിക്കുന്നു. ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാരൻ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.